യഥാർത്ഥ മെന്റലിസ്റ്റ് തന്നെയാണോ അത് ഇതൊക്കെ ഉടായിപ്പാണോ എന്താണ് എനിക്കറിയാം. ഫോണൊന്നും തരാമോ? ഞാൻ പറയാൻ പോവാ. സെക്കൻഡ് ഡേറ്റ് നിന്റെ ഇത്ര കാലത്തെ ജീവിതത്തിൽ കാമുകളുടെ എണ്ണം പോലെ 0 അല്ലേ? സെക്കൻഡ് ഡേറ്റ് 0 അല്ലേ? അതെ, അത് എനിക്കറിയാം. നിന്റെ കാമുകളുടെ എണ്ണം പോലെ ഞാൻ ഇങ്ങനെ ഇരിക്കാം, ചേട്ടാന്ന് വിളിച്ചിട്ട് വിഷ്ണു. ഞാൻ ഇന്ന് വീട്ടിൽ വെറുതെ ഇരിക്കുമായിരുന്നു. അപ്പോൾ വെറുതെ ഇന്നപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ വന്നു. അവൻ്റെ ഒരു ആകാശം തന്നെ. അപ്പോൾ ഇനിയിപ്പോൾ എൻ്റെ മുമ്പിൽ ഇരിപ്പണ്ടി ഞാൻ നിങ്ങൾക്ക് അവനെ കാണിച്ചു തരാം. അവനോട് വന്നിട്ട് എന്നോട് ചോദിച്ചു എന്തെങ്കിലും എക്സ്ട്രാ അവനൊന്നും പരീക്ഷിക്കാവുന്നു. ഞാൻ ചോദിച്ചാൽ എന്താ പരീക്ഷിക്കേണ്ടത് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു എന്തെങ്കിലും ഞാൻ കുറച്ച് കാർഡ്സായിട്ട് എന്തെങ്കിലും കാണിച്ചത്. അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു കാർഡ്സ് കാണിച്ച് എന്നെ പറ്റിക്കേണ്ട, നീ കുറേ പറ്റിച്ചത്, എന്തെങ്കിലും യൂണീക്കായിട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ തീരുമാനിച്ചു എന്തെങ്കിലും യൂണീക്കായിട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ കാണിച്ചു തരാം. അത് ഞാൻ അവനെ കാണിച്ചു തരാം. ജസ്റ്റ് അതിൽ ആകാശം ഹായ് പറ എൻ്റെ വ്യൂവേഴ്സിന്. എന്താണ് മുന്നേ ടെസ്റ്റ് ചെയ്യേണ്ടത്? എന്താ നിനക്ക് അല്ല എന്താ നിനക്ക് നീ ഒരു യഥാർത്ഥ മെന്റലിസ്റ്റ് തന്നെയാണോ അത് ഇതൊക്കെ ഉടായിപ്പാണോ എന്താണ് എനിക്കറിയേണ്ടത്. ഓക്കെ, ഞാൻ എന്തായാലും നിന്നെ ടെസ്റ്റ് ചെയ്യാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നു. ഓക്കെ, അപ്പൊ എന്താണ് നിനക്ക് ചെയ്യേണ്ടത്? എന്താ ചെയ്യേണ്ടത് യൂണീക്കായിട്ട്? നിനക്ക് എന്താ ട്രൈ ചെയ്യാൻ എന്റെ വീഡിയോസിൽ കണ്ടതിന്? എന്നെ അമ്പരിപ്പിക്കുന്ന എന്തും നിനക്ക് ചെയ്യാം. ഓക്കെ, എന്നാലും നീ പറ. നീ എന്റെ ഫോൺ അൺലോക്ക്. ഓക്കെ, അപ്പൊ നമ്മൾ ഫ്രണ്ട്സ് ആയതുകൊണ്ട് ഡൗട്ട് ഉണ്ടാവോ നിന്റെ പാസ്വേഡ് എനിക്ക് അറിയാമോ? അതിന് വഴിയില്ല, കാരണം ഇത് ഞാനങ്ങനെ ആർക്കും കൊടുക്കാറില്ല. എനിക്ക് ഫോണൊന്നും തരാമോ? ഫോണിന് മുമ്പ് പുള്ളിനെ വിളിക്കുന്ന പേരാണ് ആകാശ്. ശരിക്കും പേര് പ്രകാശൻ എന്നാണ്. ഈ കഥ കണ്ട് ഇൻസ്പയർ ആയിട്ടാണ് സത്യനന്ദിക്കാട് പടം വരെ എടുത്തത്. ഞാൻ പ്രകാശൻ എന്ന് പറഞ്ഞു. ഓക്കെ, ഈ ഫോൺ എത്ര ഡിജിറ്റ് നമ്പറാ? 5 ഡിജിറ്റ്. 5 ഡിജിറ്റ് നമ്പറാ അല്ലേ? ഈ കാണുന്ന DP ഫോട്ടോഷോപ്പാണോ? കാശ് കൊടുക്കി നീ ഫിൽറ്ററിന് എതിരാന്ന് പറഞ്ഞിട്ട് ഈ പടം കണ്ടട്ടെ. അച്ഛേ ടെസ്റ്റ് ചെയ്യാൻ വന്നേക്കണേണ് ആകാശ്. ടെസ്റ്റ് ചെയ്യാൻ എന്ത് ചെയ്യാൻ ഞങ്ങള് തിരക്കിലായി പോയില്ലേ? ഓക്കെ, ഞാൻ ട്രൈ ചെയ്ത് നോക്കാം. ഈ ഫോട്ടോ കണ്ടിട്ടേ ഒന്നും തോന്നുന്നു. നിനക്ക് തോന്നണ്ടവർക്ക് തോന്നി. തഗ്. ഇതിന്റെ ഫസ്റ്റ് ഡേറ്റ് തിങ്ക് ചെയ്യാവോ? 5 ഡേറ്റ് എന്നല്ലേ പറഞ്ഞ? ഒരു 2 മിനിറ്റ്. ഓക്കെ, എന്റെ ഫസ്റ്റ് ഡേറ്റ് പറയാമോ? തിങ്ക് ചെയ്യാവോ? ഓക്കെ, ഫസ്റ്റ് ഡേറ്റ് തിങ്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഉണ്ട്. ആ ഫസ്റ്റ് ഡേറ്റ് റിപ്പീറ്റഡ്ലി തിങ്ക് ചെയ്യാം. ഫസ്റ്റ് ഡേറ്റ് ഒരു ഓഡ് നമ്പർ ആണോ? അതെ അതെ. ഞാൻ നമ്പർ പറയും, നീ ഒന്നും റിയാക്ഷൻ ഒന്നും തരണ്ട. ഫസ്റ്റ് ഡേറ്റ് ഒരു 3 ആണോ? റിയാക്ഷൻ ഒന്നും തരണ്ട, ഞാൻ ചോദിച്ചെന്നുള്ളൂ. എനിക്കറിയാം 3 അല്ല, അതിൻ്റെ റിയാക്ഷൻ എനിക്ക് മനസ്സിലായി. ഓക്കെ, സെക്കൻഡ് ഡേറ്റ് തിങ്ക് ചെയ്യാവോ? ശരിയാണെങ്കിലും അല്ലെങ്കിലും പറഞ്ഞോ സെക്കൻഡ് ഡേറ്റ്. ഞാൻ പറയാൻ പോവാം. സെക്കൻഡ് ഡേറ്റ് നിന്റെ ഇത്ര കാലത്തെ ജീവിതത്തിൽ കാമുകളുടെ എണ്ണം പോലെ 0 അല്ലേ? സെക്കൻഡ് ഡേറ്റ് 0 അല്ലേ? അതെ, അത് എനിക്കറിയാം നിന്റെ കാമുകളുടെ എണ്ണം പോലെ. തേർഡ് ഡേറ്റ് തിങ്ക് ചെയ്യും. ഓക്കെ, തേർഡ് ഡേറ്റ് തിങ്ക് ചെയ്യാൻ പറ്റണ്ടോ? ഫിഫ്ത് ഡേറ്റ് തിങ്ക് ചെയ്യാൻ പറ്റുമോ? മനുഷ്യന്മാർ നോക്കിയാൽ സാധാ സ്കൂൾ. ഞാൻ എനിക്ക് ടഫാക്കണല്ലേ? അതിന് DP മാത്രം മതി. ഓ സീൻ തന്നെ ഏട്ടാ, തെയ്യം പോലെയുണ്ട്. ഓക്കെ, ഇതിന്റെ പാസ്വേഡ് ഞാൻ ട്രൈ ചെയ്ത് നോക്കട്ടെ. ഇതല്ലേ എന്റെ അമ്മയ്ക്ക് അറിയുന്നത് ആന്റിയുടെ പോലൊരു പ്രതിഭാസം തന്നെ. തീ വാരി അറിയട്ടെ. ഓക്കെ, ഞാനൊരു കാര്യം ചെയ്യാം. ദൈവമേ ഗൈസ്, ഇത് വെറും ഉടായ്പൊന്നുമല്ല. ഞാനിവിടെ പരീക്ഷിക്കാൻ വേണ്ടി വന്നതാണ്. അവൻ കൃത്യമായി
എന്റെ ദൈവമേ, ഇവ എന്റെ അടുത്ത് ഗ്രീനും പോണല്ലോ. ഞാനൊന്നൊരു കാര്യം ചെയ്യട്ടെ, എൻ്റെ ഒരു ആഗ്രഹം നീ നടത്തി തരാം. അത് തരാം. ഞാനിങ്ങനെ ഒരു ഉണ്ട് ഈ ക്യാമറയോടെയും സെറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. ഓക്കെ, ഞാൻ ഇങ്ങനെ ഇരിക്കാം, ചേട്ടാന്ന് വിളിച്ചോ നീ ഇതാണ് പറ ചേട്ടാന്ന് വിളിച്ചു. വരണ്ടേ മോന്തൊക്കെ നോക്കി എങ്ങനെ വരാന്? ഓക്കെ, ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്ക്. ഞാൻ ഇങ്ങനെ ഇരിക്കാം, ഒരു പ്രാവശ്യം വിളിച്ചു. വരണ്ടായിരുന്നു പോക്ക്. ചേട്ടാന്ന് വിളിക്കട്ടെ, ചേട്ടാന്ന് വിളിച്ചു. ആന്റി ഉണ്ടാക്കിയത് ചായയുടെയും അലുവയുടെയും നന്ദി കൊണ്ട് ചേട്ടാന്ന് എന്റെ ദൈവമേ. വിളിച്ചു. ഓ, ചേട്ടൻ സൂപ്പറാ. പ്ലീസ് ഗൈസ് ഫോൺ മാറ്റണം.